ചിത്രദുർഗ സിറ്റി മുഴുവനായിട്ട് കാണാം. അത് കാരണം ഞങ്ങളുടെ മുഖമൊക്കെ പിങ്ക് പിങ്ക്. പുള്ളിക്കാരത്തി ഇങ്ങനെ ഒലക്ക വെച്ച് അടിച്ചടിച്ചടിച്ചടിച്ച് കൊന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഒരു ചെറിയ ഡെസ്റ്റിനേഷൻ വ്ളോഗാണ്. അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചിത്രദുർഗയാണ്. അപ്പോൾ അവിടെ അത് ഫേമസ് ഫോർ ഒരു ഏൻഷ്യൻറ്റ് ഫോർട്ടാണ്. അപ്പം അവിടെയാണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് വന്നിരിക്കുന്നത്. പുള്ളി കന്നഡയാണ്. അപ്പം അവിടുത്തെ കുറച്ച് ചുറ്റിക്കറങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പം ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ കന്നഡയും മലയാളവും മിക്സ് ആയിരിക്കും. അപ്പം ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം വരുന്നത്. ಧೀರಾಜ್ ಬ್ರೋ ಹೇಳಿ, ಇಲ್ಲಿ ಮುಂಚೆ ಬಂದಿದ್ದೀರಾ? ಓಕೆ. ഇപ്പോൾ ഇത് ഫോർട്ട് എന്ന് വെച്ചാൽ മെയിൻലി ബ്രിട്ടീഷറുടെ ടൈമല്ലല്ലോ ഇത്തല്ല? ഓക്കെ. ಟಿಪ್ಪು ಸುಲ್ತಾನ್ ಅವರು ಇಲ್ಲಿ ಇದು ಮಾಡಿದ್ದ? ಇಲ್ಲ. ಓಕೆ, ಟಿಪ್ಪು ಸುಲ್ತಾನ್ ಈ ಕೋಟೆ ಇಲ್ಲಿ ಆಕ್ಚುಲಿ ಯಾರು ಬಾಳಿದ್ದು? വീരമതക്കരി നായക രാജരാ. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇവിടെ വീരമതക്കരി നായക എന്ന് പറഞ്ഞൊരു രാജാവായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളീനെ ഈ കിങ്ഡം വാങ്ങാൻ വേണ്ടി ഈ ടിപ്പു സുൽത്താനൊക്കെ ഇട്ടേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഗുഹകളൊക്കെ ഉണ്ട്. അത് വേറെ അടുത്താണ്, നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. കാരണം വെച്ചാൽ ഈ ടിപ്പു സുൽത്താൻ്റെ ഒക്കെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുറേ റൂട്ട്സും അണ്ടർഗ്രൗണ്ട് കേവ്സൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ലെവലാണ്, കാണാം. കാണിച്ചു തരാം. കണ്ടോ, അങ്ങ് ഹൈറ്റിലാണ്. പണ്ട് കാലത്ത് ആക്കിയ സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 20 റുപ്പീസാണ്. അപ്പം ഈ സ്ഥലം ഒനക്കോബാവിനെ കിണ്ടീനെ എന്തിനാണ് വിളിക്കണമെന്ന് വെച്ചാൽ, ഒനക്കോബാവ് ആക്ച്വലി ഇവിടുത്തെ ഒരു സേവകൻ്റെ ഭാര്യയാണ്. അവൾ ഒരു പ്രാവശ്യം ഇവിടെ ടിപ്പു സുൽത്താൻ്റെ കുറച്ച് പടയാളികൾ ഇവിടെ എൻട്രൻസ് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഓൾമോസ്റ്റ് ഇവരുടെ കിങ്ഡമിലേക്ക് വരുന്ന എല്ലാ ഡോർസും ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഈ സൈനികൻ്റെ ഭാര്യ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ദിവസം റൂമിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ടിപ്പു സുൽത്താൻ്റെ പടയാളികൾ ഈ കിങ്ഡമിലേക്ക് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് എൻ്റർ ചെയ്യാൻ നോക്കി. അത് നേരെ ഇവരുടെ റൂമിൻ്റെ അടുത്തേക്കാണ് വന്നത്. ഐ മീൻ ഈ ഒനക്കോബ എന്ന് പറഞ്ഞ ഒരു സൈനികൻ്റെ ഭാര്യയുടെ അവരുടെ വീടിൻ്റെ അടുത്തേക്കാണ് ഈ ഓപ്പോസിറ്റ് പാർട്ടിയുടെ സൈനികരുടെ എന്താണെന്ന് വെച്ചാൽ അവർ എൻ്റർ ചെയ്തു വന്നത്. അപ്പോൾ ഈ പെണ്ണിൻ്റെ ഭർത്താവ് ഉറങ്ങുമായിരുന്നു. അന്നേരം എന്താണെന്ന് വെച്ചാൽ സഡൻലി ഇവളുടെ ഭർത്താവിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് വെച്ച് ഇവള് നമ്മുടെ ഒലക്ക എടുത്തിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ പടയാളികളെയൊക്കെ ഇവള് അടിച്ചടിച്ച് കൊന്നു. സംതിങ് ഒരു 10-50 പേരെ ഈ പെണ്ണ് കൊന്നു കാണും. സോ ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഒനക്കോബാവന കിണ്ടി. ಅಲ್ಲ, ಫೋರ್ಟ್ ಸಿಟಿ ಅಂತ ಹೇಳ್ತಾರಲ್ಲ, ಕೋಟೆಯ ನಾಡು. ഇതില്ല ഗൈസ്, കണ്ടില്ലേ? സിമെൻ്റ് ഇല്ല, മണലില്ല, പാറകൾ പൊട്ടിച്ചിട്ട് ബോക്സ് ഷേപ്പിലാക്കിയിട്ട് അങ്ങ് അടുക്കി വെച്ചേക്കാണ്. ഒരു കിങ്ഡം എങ്ങനെയാണെന്ന് വെച്ചാൽ കിങ്ഡമിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ എന്തൊക്കെയോ സ്ട്രക്ചേഴ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. ഓ മാൻ, ഇപ്പോഴത്തെ കുറേ പേടിയാണ്. നമുക്ക് നോക്കാം. ഹായ്, വെരി കൊരങ്.
ഹേയ് കൊരങ്. വാവ്, എന്തൊക്കെയോ അമ്പലങ്ങളാണ് ഗൈസ്. നെക്സ്റ്റ് ലെവൽ. ಏನಿದು, ಏನು ಟೆಂಪಲ್? ಜನರು ಆಟಗಳು ಗೇಮ್ಸ್ ಪೀಪಲ್ ಪ್ಲೇಡ್. ಓಕೆ. ಹಾಂ. ഇവിടെ ഇരുന്ന് ആൾക്കാരിങ്ങനെ ഗെയിമൊക്കെ കളിക്കാറുണ്ട്. ഗെയിംസ് പീപ്പിൾ പ്ലേഡ്. ആർച്ച്. അവിടെയൊക്കെ നമുക്ക് ಕಾಂಪೌಂಡ್ಸ್ ആണ്. നിങ്ങൾ അവിടെ അങ്ങ് മണ്ട് ಅಲ್ಲಿ ಮೇಲೆ ಹೋಗ್ಬೋದಲ್ಲ? ഓ ഗൈസ്, ഇത് കണ്ടോ, അവിടെ പോകുന്ന വഴിയാണിത്. ಓ എൻ്റെ പൊന്നോ, ഞാൻ ಜಸ್ಟ್ ನಮಗೆ ಅಲ್ಲಿ ಕನ್ಕ ಹೋಗ್ಬೋದಲ್ಲ? ಅಲ್ಲಿ ಕಂಡು ಹೋಗುವ, ಮೇಲೆ ಹತ್ತದು ಬೇಡ, ನೋಡುವ അതാ. ಯಾಕಂದರೆ ആ സ്റ്റെപ്പ് ഒമ്മ ನೋಡುವ ഗൈസ്. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അവിടെ മണ്ട കയറുന്ന വഴിയാണ് ഇത്. ഇതെന്തിനാ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. മൊത്തം ഈ ചിത്രദുർഗനെ ആക്ച്വലി ഇങ്ങനെയാണ് ഗൈസ്, ഫുൾ പാറയുടെ ഒരു നാടാണ്. അപ്പോൾ ഇവിടെ മെയിൻലി ഇവിടെ മൈനിങ്സൊക്കെ ഭയങ്കര. എക്സ്പ്ലോർ ചിത്രദുർഗ. ഇതൊരു അമ്പലമാണ് ആക്ച്വലി. സോറി, കുരങ്ങ കടിക്കരുത്. അപ്പം പഴയ കാലത്തെ ടൈമിലുണ്ടാകുന്ന അമ്പലം. കാര്യം നിങ്ങൾ സ്ട്രക്ചേഴ്സ് കണ്ടില്ലേ, ഫുള്ള് പാറ ചെത്തി ഉണ്ടാക്കണേ. നെക്സ്റ്റ് ലെവൽ. അപ്പം നിങ്ങൾ തിങ്ക് ചെയ്യാം, എത്ര പാട് പെട്ടിട്ടുണ്ടാവും അല്ലേ? സോറി, ചെറുപ്പിടാൻ പറ്റില്ല. ഏൻഷ്യൻ ടൈമിലെ ഏതൊരു ലാംഗ്വേജ് വരച്ചിട്ടുണ്ട്. കന്നഡ പോലെയുണ്ട്, കന്നഡ അല്ല. സ്റ്റോൺ കാർവിങ്സ് ഉണ്ട്. അപ്പം ഇതാണ് ഒരു സൈഡിലെ വ്യൂ. അങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് കാണും. ഇതാണെങ്കിൽ ഫുൾ ഇഷ്ടപ്പെടുന്ന സർവീസ്. ഇവിടെ നിന്നാൽ നമുക്ക് ചിത്രദുർഗ സിറ്റി മുഴുവനായിട്ട് കാണാം. കണ്ടില്ലേ? അപ്പം ഇതാണ് ചിത്രദുർഗ. കണ്ടോ ഗൈസ്? സോറി, നല്ലൊരു ആട്ടെടുത്തത്. എൻ്റെ പൊന്നു ഗൈസ്, നോക്ക്, നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് വലിയ കിങ്ഡമാണ്. അങ്ങ് ദൂരെ അവിടെ ആൾക്കാർ കളിച്ചോണ്ടുണ്ട്. അത് എത്ര ദൂരെയാണെന്ന് നിങ്ങൾക്കറിയാം? അങ്ങാണ് അവിടെ ഒരു വ്യൂ പോയിന്റ്. ഇതെ അവിടെ ഒരു വ്യൂ പോയിന്റ്. അങ്ങ് ദൂരെ വേറൊരു വ്യൂ പോയിന്റ്. ഗ്യാപ്പിൽ ഭയങ്കര ദൂരെയാണ്. വലിയ ഒരു ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഡേ വേണം നമുക്കിത് മൊത്തം പീസ്ഫുള്ളി ചുറ്റിക്കറങ്ങാൻ. നമ്മളിത് ഇവിടുന്ന് പോവാണ്. അവനൊക്കെ വാക്കുണ്ട്. അപ്പം നമ്മൾ മറ്റേ ഞാൻ പറഞ്ഞത് ഒരു ലേഡി കൊന്ന ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞില്ലേ, ആ സ്പോട്ടിലേക്കാണ് പോണത്. ഓക്കെ, പ്ലേസസ് എല്ലാം നിങ്ങൾക്ക് ಗೊತ್ತಾ? അവിടെ ഒരു മേളിൽ പോകുന്ന വഴിയുണ്ട്. ഞാൻ ടൈം അക്ക ತಂಗಿಯರ ಹೊಂಡ. ಓಕೆ, ಅಕ್ಕ ತಂಗಿಯರ ಹೊಂಡ. ಇದು ಎಷ್ಟು ದೊಡ್ಡದುಂಟು ದೇವರೇ. ಒಬ್ರು ಕರೆದ್ರೆ ಕೇಳಲ್ಲ, ಸೆಕ್ಯೂರಿಟಿ ಎಲ್ಲ ಬಂದು ಹೌದಾ ಇಲ್ಲಿ ಕರೆಯೋದು. ഷോ, ഇത് എത്ര വലിയതാണെന്ന് വെച്ചാൽ ആക്ച്വലി ക്ലോസിങ് ടൈം 6 o'clock ആണ്. 6 o'clock ഇവിടെ ഒരാളും അല്ല ഇവിടെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, കുടുങ്ങിയെന്ന് വെച്ചാൽ 6-ന് ശേഷം ഇവിടെ ഉണ്ടെങ്കിൽ ആളെ തപ്പിക്കൊണ്ട് വരാൻ തന്നെ സമയം എടുക്കുന്നല്ലേ. എവിടെയാന്ന് പോലും നമുക്ക് തപ്പാൻ പറ്റില്ല. നമ്മളിത് അടുത്ത സ്ഥലത്തേക്ക് വന്നേക്കാണ്. എന്തത് പ്ലേസ്? ಚಿತ್ರದುರ್ಗ ಅಂತ ನಂಗೆ ಗೊತ್ತು. ಒನಕ್ಕೆ ಒನಕ್ಕಿಂಡಿ ಎಲ್ಲಿ ಇಲ್ಲಿಯಾ? ಓಕೆ, ಹೊಂಡ ಅಂದರೆ ಕೊಳ ಅಲ್ಲ? ಓಕೆ ಗೈಸ್, നമ്മളിത് എന്തോരം പോവാണ്. ಓ ಮ್ಯಾನ್, ಪೀಸ್ ಆಗಿದೆ ಆ್ಯಕ್ಚುಲಿ. ಎಷ್ಟು ದೊಡ್ಡ ಲೊಕೇಶನ್,
ഹോണ്ട. ഇവിടെ ചെറിയൊരു കുളമുണ്ട്. അക്ക തങ്കിയാരെ ഹോണ്ട, ഐ മീൻ അക്ക ಸಿಸ್ಟರ್ಸ್ ಲೇಕೋ ಸಿಸ್ಟರ್ಸ್ ಲೇಕ್. ಯಾಕೆ ಅವ್ರು ಸ್ನಾನ ಮಾಡ್ತಿದ್ದ ದೇವರೇ, ಸಾರಿ. ಅಕ್ಕ ತಂಗಿಯರ ಹೊಂಡ. ದೇ ಡಿವೈಡ್ ದಿಸ್ ಟ್ವಿನ್ ಟ್ಯಾಂಕ್ಸ್ ಎಸ್ ಅಕ್ಕ ಹೊಂಡ ಆ್ಯಂಡ್ ಎಸ್ ತಂಗಿಯ ಹೊಂಡ. ಅಕಾರ್ಡಿಂಗ್ ಟು ಇನ್ಸ್ಪಿರೇಷನ್ ದಿಸ್ ಹೊಂಡ കിങ്ഡം ആണ് ഗൈസ്. കിങ്ഡം, ಏನ್ಷಂಟ್ ಕಿಂಗ್ಡಮ್. ಇಯರ್ ಯಾವ್ದು ನೀವು ಹೇಳಿದ್ದು? 14 1411 ടൈമിലുണ്ടാകുന്ന കിങ്ഡം. ನೀವು ಇರಲಿ ಅಷ್ಟೇ. ನಿಜ. ಓ, ಅಂಡರ್ಗ್ರೌಂಡಾ? ಹಾಂ, ಇದು ಓಕೆ ಓಕೆ. കുടിക്കാൻ വാട്ടർ സപ്ലൈ കിട്ടുന്ന സ്ഥലമാണ്. അവിടുന്ന് അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഇത് ഫ്ലോ ആയി ഇവിടെ വരും. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ കുടിക്കാനും അവരുടെ ഡെയിലി യൂസിനും യൂസ് ചെയ്യാൻ പറ്റണം. ഓ മാൻ ഗൈസ്, ദിസ് ഈസ് ചിത്രദുർഗ. കണ്ടോ, ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഓൺലി ചിത്രദുർഗ ഈസ് ഫേമസ് ഫോർ. ഓഫ് മാൻ ഗൈസ്, മഞ്ഞുമൽ ബോയ്സ്, ഗുണ കേവ്. എൻ്റെ പൊന്നോ, ಇದೇನು? ഓക്കെ, ആ ടൈം ഇതേ അല്ല? ഓക്കെ. ഇവിടെ ചെറിയൊരു എന്താ ആഞ്ജനേയ ഹനുമാൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അന്നത്തെ ദൈവങ്ങളാണ്. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഗൈസ്. ഇപ്പം ഞാൻ സ്ഥലം കാണിച്ചു തരാം. ഇവിടെയാണ് ഞാൻ പറഞ്ഞ അപ്പന്നെ. ಓಕೆ, ಅಲ್ಲಿಂದ ಹಾಂ, ಹೌದಾ? ಓಕೆ. ಆ್ಯಕ್ಚುಲಿ ಇಲ್ಲಿಂದ ಒಳಗಡೆ ಗುಹೆ ಇದೆಯಾ? ಗುಹೆ ಇದೆ, ಮೇನ್ ಒಬ್ಬನ ಕಿಂಡಿ ಅಂತಾರಲ್ಲ, ಇಲ್ಲಿಯಾ? ಇಲ್ಲಿಂದ ಸೈನಿಕರು ಎಂಟ್ರಿ ಆಗ್ತಿದ್ರು. ಓಕೆ 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 ಗೈಸ್, ಇಲ್ಲಿ ಎಂಟ್ರಿ ಆಗ್ತಿದ್ರು. ഓക്കെ ഓക്കെ. അപ്പം ഇതിലാണ് ടിപ്പു സുൽത്താൻ്റെ വാരിയേഴ്സ് ഐ മീൻ ഗുഹയിൽ കൂടെ, കേവിൽ കൂടെ കയറി വന്നത്. അപ്പം ഇവിടെ വെച്ചാണ് ആ പുള്ളിക്കാരത്തെ കുറേ പേരെ കൊന്നത്. അപ്പം ഇത് മെയിനായിട്ട് അട്രാക്ഷൻ തന്നെയാണ്. ഇത് നമ്മുടെ ആക്ച്വലി ഹിസ്റ്ററി സബ്ജക്ട്സിലൊക്കെ ഉണ്ട്. അപ്പം പുള്ളി എന്തോ കാണിക്കാന്ന് പറഞ്ഞു. വേട ഓക്കെ ഓക്കെ. പുള്ളി അതിലെ പോയിട്ട് ഇതിലെ വരാന്നാണ് പറഞ്ഞത്. അപ്പം ഇതാണ് ഇങ്ങനെ വന്നപ്പോ ഇവിടെ വെച്ച് പുള്ളിക്കാരത്തി ഇങ്ങനെ ഒലക്ക വെച്ച് അടിച്ചടിച്ച് കൊന്നു. സൈനികന്മാർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ഈ പുള്ളിക്കാരത്തിനെ അടിച്ചടിച്ച് കൊന്നു. ഏകദേശം എനിക്ക് കൗണ്ട് അറിയില്ല, പക്ഷേ മോർ ദാൻ ഒരു 10-50 ಜನ ಸಾಯಿಸಿರ್ಬೋದಾ? ഓക്കെ ഓക്കെ, എക്സാക്ട്ലി സംതിങ്. പക്ഷെ ഒരു പുള്ളിക്കാരത്തെയാണ് എല്ലാവരെയും കൊന്നത്. ഓ മാൻ, സ്റ്റേറ്റ് ഉണ്ടോ? 1779 ആ ടൈമിലായിരുന്നു. ഇവിടെ സ്റ്റോറി ഉണ്ട്, നിങ്ങൾ വായിച്ചോ.
ഗൈസ് ഒനക്കോപ്പവൻ്റെ വീടാണ് ഇത്. ഇപ്പം കിട്ടിയ ഇൻഫർമേഷനാണ് അത്. അപ്പം നമ്മൾ ആക്ച്വലി ഗൈഡിൻ്റെ കൂടെ വരുവാണെങ്കിൽ കുറേ സ്റ്റോറി പറഞ്ഞാൽ കൂടെ ഒരു ഗൈഡിന് 500 രൂപ പെർ ഹെഡ് നമ്മളെടുത്ത് വെക്കണമായിരുന്നു. നൈസല്ലേ? അത് കാരണം ലാസ്റ്റ് ടൈം ഞാനൊരിടത്ത് പോയി കഴിച്ചു, ഇവിടെ തന്നെ ഒരു ഗുഹയിൽ ഗൈഡ് ചോദിച്ചു ജോയിൻ ആവുന്നുണ്ടോയെന്ന്. ആ ഇരുട്ടല്ലേ, അത് വേറെ ഒരു കേവ് ആട്ടോ. ഒരു ദിവസം ടൈം ഉണ്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, വേറൊരു ഫ്രണ്ട്, പുള്ളിയുടെ കൂടെ ജോയിനായി. പുള്ളി കുറേ സ്റ്റോറിയൊക്കെ പറഞ്ഞു, നല്ല രസമായിരുന്നു. അവസാനം പുള്ളി കൈ നീട്ടി പെർ ഹെഡ് 300 കുടുങ്ങി ഗൈസ്. ലാസ്റ്റ് ഞങ്ങൾ കൊടുത്തിട്ട് വന്ന് നോ അതർ ഓപ്ഷൻ. അപ്പോൾ ഗൈഡിൻ്റെ കൂടെ ഒക്കെ വന്നാൽ അവർ ഫുള്ളി സ്റ്റോറിയൊക്കെ പറഞ്ഞായിരുന്നു. നെക്സ്റ്റ് ലെവലാണ്. കുറേ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ആക്ച്വലി നമ്മളറിയാത്ത കുറേ സംഭവങ്ങളുണ്ട്. നമ്മളിങ്ങനെ വെറുതെ വന്ന് വീഡിയോ എടുത്താൽ അത്ര ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല. ഗൈഡിൻ്റെ കൂടെ ഒക്കെ വരുവാണെങ്കിൽ നീറ്റായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഗൈസ് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ನಾವು ಹೋಗುದಲ್ಲ, ಟೈಮ್ ಆಯಿತು. ಹಾಂ ಓಕೆ, കുറേ നടക്കാനുണ്ട് ഗൈസ്. ಮೇ ಬಿ ಪಾರ್ಟ್ ಟು ചിലപ്പോൾ 30% ಆಗಿದೆ, ಇನ್ನು 70% ರಿಮೈನಿಂಗ್ ಇದೆ. ഓക്കെ, 30% നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ, ഇനി 70% കാണാനുണ്ടെന്ന് പുള്ളി പറഞ്ഞു. അങ്ങ് ദൂരെയൊക്കെ ആക്ച്വലി ഗൈസ്, അങ്ങ് മലയിലൊക്കെ നമുക്ക് കയറാൻ പറ്റും. അവിടെ അതുകൊണ്ട് അവിടെ ആ സ്ഥലമൊക്കെ നമുക്ക് കയറാൻ പറ്റില്ല ഗൈസ്. ടൈമായി ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളിത് സ്ഥലത്ത് നിന്ന് പോവാണ്. പ്രോബ്ലമില്ല ഗൈസ്. അപ്പോൾ അവിടെ ചെറിയ സൺസെറ്റാണ്. പോകുക. എന്താല്ലേ കിങ്ഡം. ഫൈനലി നമ്മൾ താഴെ ഇല്ല, ഇക്കടെ ഇക്കಡೆ. ഓക്കെ, അപ്പം നമ്മൾ രണ്ടുപേരും റൂംമേറ്റാണ് ഗൈസ്. ഞാൻ റൂംമേറ്റ് ടോട്ടൽ 3 പേരുണ്ട്. ഒരു പുള്ളി, ഈ പുള്ളി എൻ്റെ റൂമിലാണ്. അപ്പം നമ്മൾ രണ്ടുപേരും കട്ട ചങ്സാണ്. അത് കാരണം നമ്മൾ രണ്ടുപേരും എന്താ പറയുക, അത്ര കമ്പനിയാണ്. അപ്പം പുള്ളിക്കും ഇങ്ങനെ ട്രിപ്പ് അടിക്കാൻ ഇഷ്ടം, എനിക്കും ഇഷ്ടം. ഇപ്പം നമ്മൾ രണ്ട് കമ്പനി ഞാൻ പറഞ്ഞു ഒരു ട്രിപ്പ് അടിച്ചാലോ നമ്മുടെ ലൊക്കേഷനിലേക്ക്. ഓക്കെ, അതാ വണ്ടി എടുത്തോന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നു. ഒരു കാര്യം എന്താ മിസ്സായെന്ന് വെച്ചാൽ, മിസ്സായിട്ടില്ല. ഇവിടെ ആക്ച്വലി മങ്കി മാൻ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. പുള്ളി ചിത്രദുർഗയിലെ ആളാണ്. പുള്ളി എന്താണെന്ന് വെച്ചാൽ ഈ കല്ലിക്കൂടെയൊക്കെ അങ്ങ് വരയ്ക്കുക സ്റ്റണ്ട്. അപ്പോൾ അത് കാരണം പുള്ളീനെ മങ്കി മാൻ എന്നാണ് വിളിക്കുന്നത്. ഇന്ന് പുള്ളി ഇവിടെ ഇല്ല, എന്താണെന്നറിയില്ല. സ്കൈയൊക്കെ നല്ല പിങ്ക് ആണ് ഗൈസ്. നെക്സ്റ്റ് ലെവൽ. അത് കാരണം ഞങ്ങളുടെ മുഖമൊക്കെ പിങ്ക് ആയിപ്പോയി. അല്ല നോടെ, ഇത് എന്തത് സ്കൈയൊക്കെ പിങ്കായി കണ്ടോ, നിലയൊക്കെ പിങ്കായി. കാരണം വെച്ചാൽ വീണ്ടും ഞാൻ പറയണം, സോറി, ആകാശ ഇസ് പിങ്ക്. നൈസ്. അപ്പം ഇവിടെയൊക്കെ ചിത്രദുർഗ ഇസ് ലാൻഡ് ഓഫ് കൈൻഡ് ഓഫ് റിസോഴ്സ് ആണ് ഗൈസ്. ഇവിടെ മെയിൻലി മൈനിങ്സ് ആണ് ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. ഈ നാടിനല്ല, ഇന്ത്യൻ ഗവൺമെൻറ്റിനാണ് പോകുന്നത്. ഇപ്പോൾ വലിയ കമ്പനി JSW ഒക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനും അതേപോലെ ഒരു മൈനിങ്സിൻ്റെ കമ്പനിയിൽ ട്രക്ക് മെയിൻ്റനൻസ് വർക്ക് ചെയ്യണം. ഇഷ്ടംപോലെ ഇവിടെ മൈനിങ്സ് ഉണ്ട്. പിന്നെ വിൻഡ് മിൽസ് ആണ് ഈ ഫുൾ. ഇവിടെ എപ്പോഴും ഇങ്ങനെ നല്ല കാറ്റാണ്. വിൻഡ് മിൽസ് അങ്ങനെ ഇവിടുത്തെ നാട്ടുകാർക്ക്, ലോക്കൽ പീപ്പിൾസിന് ഫുൾ ഇവിടെ ഇങ്ങനെ മൈനിങ്സിൽ ജോലി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇൻഫർമേഷൻ ಹೌದಾ ಇಲ್ಲ ಸರ್. ടോട്ടൽ 25 പ്ലേസസ് ഉണ്ട് ഗൈസ്. നമ്മൾ എത്ര എണ്ണം കണ്ടു എന്ന് എനിക്കറിയില്ല, 2-3 കണ്ടു. ഇതിൻ്റെ മാപ്പാണിത്. ഞാൻ ഇനിഷ്യലി ഇത് കാണിച്ചില്ല. ഇപ്പം ഗൈസ് വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അല്ല, അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
കമൻറ്റ് കരേഗ ഷെയರ್ ചെയ്യുക. നെക്സ്റ്റ് ಟಿಂಗ್ ಎಂದದು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ.